ചാർലി സിനിമയിലെ ദുൽഖറിന്റെ ഒറ്റ ഡയലോഗിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ സ്ഥലമാണ് മീശപ്പുലിമല. കേരളത്തിൽ വേനൽ കടുത്തിട്ടും മൂന്നാറിലെ മീശപ്പുലിമല ഇപ്പോഴും തണുപ്പിന്റെ പിടിയിലാണ്. മീശപ്പുലിമലയിൽ മഞ്ഞു വീഴുന്ന കണ്ടിട്ടുണ്ടോ എന്ന ദുൽഖറിന്റെ ഡയലോഗ് ഏറ്റെടുത്ത് മഞ്ഞുവീഴ്ച കാണാൻ ഇവിടേക്ക് സഞ്ചാരികൾ പ്രവഹിക്കുകയാണ്. അതേസമയം മഞ്ഞുവീഴ്ചയ്ക്കൊപ്പം ഇവിടുത്തെ സൂര്യോദയത്തിനും വർണ്ണാതീതമായ സൗന്ദര്യമാണെന്നാണ് പലരും പറയുന്നത്. ഇത് കേട്ടറിഞ്ഞ് ഇവിടേക്ക് സൂര്യോദയം കാണാനെത്തിയ മലയാളി ലൈവ് സബ്സ്ക്രൈബർ പ്രകാശ് ചന്ദ്രശേഖരൻ നടത്തിയ യാത്രയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. കേരളം ചുട്ടുപൊള്ളുമ്പോൾ മീശപ്പുലിമലയിൽ ഇപ്പോഴും മഞ്ഞു പെയ്യുന്നുണ്ട്. വെളുപ്പിന് 4 മണിയോടെയാണ് പ്രകാശ് ചന്ദ്രശേഖരനും സംഘവും സൂര്യോദയം കാണാനായി യാത്ര തിരിച്ചത്. ഇതാണ് മീശപ്പുലിമലയുടെ ടോപ്പ്. മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുക. സൂര്യോദയം കാണുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങോട്ട് പോവാം. ഓക്കെ, ബാ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മീശപ്പുലിമലയിലാണ്. ഏകദേശം ഒരു 4:15 കൂടിയാണ് ഈ മീശപ്പുലിമലയിലേക്ക് നമ്മൾ നടപ്പാരംഭിച്ചു വെളുപ്പിന്. അപ്പോൾ നമ്മളൊരു 6:20 ആയപ്പോഴത്തേക്കും നമ്മൾ മീശപ്പുലിമലയിൽ എത്തിയിട്ടുണ്ട്. സൂര്യോദയം കാണുകയായിരുന്നു നമ്മളുടെ യാത്രയുടെ ലക്ഷ്യം. ചുറ്റും മഞ്ഞ് മൂടിയിട്ടുള്ളതിനാൽ സൂര്യോദയം നമുക്ക് എങ്ങനെ കാണാൻ കഴിയുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ചുറ്റും മഞ്ഞാണ്. മഞ്ഞ് ഇങ്ങനെ കാറ്റായിട്ട്, തണുപ്പ് കാറ്റ്, ഈറൻ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നല്ല ശക്തമായ തണുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സൊക്കെ നനഞ്ഞു, മഞ്ഞിരിച്ച്. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ നമ്മൾ മീശപ്പുലിമലയിലെ സൂര്യോദയം കണ്ടിരിക്കുകയാണ്. മഞ്ഞുപാളികൾക്കിടയിലൂടെ സൂര്യൻ മെല്ലെ മെല്ലെ ഉയർന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്താ പറയുക, അവിസ്മരണീയ കാഴ്ച എന്നൊക്കെ പറയാം. കാരണം മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും പതിയെ പതിയെ സൂര്യരശ്മികൾ പുറത്തേക്ക് വരുമ്പോൾ പരിസരങ്ങളിലെ മഞ്ഞ് പാളികളിൽ തട്ടി ഈ സൂര്യരശ്മികൾ പ്രകാശിക്കുന്നത് കാണാൻ വളരെ രസമാണ്. ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒരു നടപ്പ് നമുക്ക് ഒരു കാരണവശാലും നഷ്ടമാവില്ല. മീശപ്പുലിമലയിലെ തണുപ്പോടെ ഏകദേശം 6:25 കൂടിയാണ് ഇവിടെ ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടുള്ളത്. സമീപത്തെ മേഘങ്ങളെല്ലാം സൂര്യരശ്മികൾ തട്ടി ഒരു തങ്കവർണ്ണമായി എന്ന് തന്നെ പറയാം. വെള്ളമേഘങ്ങൾ ഇങ്ങനെ പുഴ പോലെ ഒഴുകി നടക്കുന്നു. മലനിരകളിലെ എല്ലാം തന്നെ മഞ്ഞു മൂടിയ അവസ്ഥയിലാണ്. ഇപ്പം മഞ്ഞ് പതിയെ മാറി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. മീശപ്പുലിമലയിലെ ഈ പുലർകാലം ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ് സമ്മാനിച്ചിട്ടുള്ളത്.
കാട്ടുപോത്ത് പോകുന്നുണ്ടല്ലേ? ഇവിടെ വെള്ളം പോലും ഐസ് പാളികളാൽ മൂടിയിരിക്കുകയാണ്. ഇവിടെ ഒഴുകുന്ന ഒരു ചെറിയ അരുവി പോലും ഐസ് പാളികൾ നിറഞ്ഞ മനോഹരമായ കാഴ്ച സമ്മാനിക്കും. കേരള വനം വികസന കോർപ്പറേഷൻ മൂന്നാർ ഡിവിഷണൽ മാനേജർ ജയരാജൻ PV അടുത്തേക്കെത്തിയ ഒരു പച്ചിലപ്പാമ്പിനെ പിടികൂടി ഓമനിച്ചത് തനിക്ക് അത്ഭുതമായി എന്നും പ്രകാശ് ചന്ദ്രശേഖർ പറയുന്നു. എന്റർടൈൻമെന്റ് മലയാളി ലൈഫ്